ആശാവർക്കർമാരുടെ സമരം 43-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴാണ് INTUC മുഖമാസികയിൽ സമരത്തെ തള്ളി ലേഖനമെത്തിയത്. സമരത്തെ പിന്തുണയ്ക്കില്ലെന്ന് പറയുന്ന ലേഖനത്തിൽ ആശമാർക്ക് വേണ്ടത് ഓണറേറിയം എന്ന ഔദാര്യമല്ല, സ്ഥിര ശമ്പളമാണെന്നും നിലപാടിൽ വെള്ളം ചേർക്കുന്ന രീതി ശരിയല്ലെന്നും പറയുന്നു. കോൺഗ്രസിനെയും ലേഖനത്തിൽ പരോക്ഷമായി വിമർശിക്കുന്നുണ്ട്. സമരത്തെ സെൽഫി പോയിന്റായി കാണുന്ന രാഷ്ട്രീയക്കാരും സിനിമാ താരങ്ങളും സമരത്തെ വിറ്റുകാശാക്കുകയാണെന്നും വിമർശനമുണ്ട്. സമരം റീൽസിന് വേണ്ടിയല്ലെന്ന ബോധ്യം ആശമാർക്കും സമരത്തിൽ പങ്കെടുക്കുന്നവർക്കും ഉണ്ടാകണമെന്നും ലേഖകൻ പറയുന്നു. KPCC നയരൂപീകരണ ഗവേഷണ വിഭാഗം യൂത്ത് കൺവീനർ അനൂപ് മോഹന്റേതാണ് ലേഖനം. എന്നാൽ INTUCയെ തള്ളി UDF കൺവീനർ MM ഹസൻ രംഗത്ത്. സമരപ്പന്തലിൽ നിന്നും ദുരിതപൂർണമായ ജീവിത സാഹചര്യത്തിലേക്ക് തിരികെ പോകാൻ മടിച്ച് തെരുവിലെ കൂട്ടായ്മ നൽകുന്ന ഇത്തിരി ആശ്വാസത്തിൻ്റെ തണലോരം പറ്റി കഴിയുന്നവരാണ്. സമരമതിയാക്കി തിരികെ വീട്ടിലേക്ക് എത്തിയാൽ 230 രൂപ വേതനം പറ്റുന്ന ഒരു വീട്ടിലെ സ്ഥിതി എന്തെന്ന് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒഴികെ ബാക്കിയുള്ള സാധാരണക്കാർക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആശാവർക്കർമാരുടെ സെക്രട്ടേറിയറ്റ് ഉപരോധം തുടരുന്നതിനിടെ ഓണറേറിയം നൽകുന്നതിന് സർക്കാർ നിശ്ചയിച്ച 10 മാനദണ്ഡങ്ങൾ പിൻവലിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കി. നല്ല കാര്യം. സമരം നടത്തുന്ന ആശാവർക്കർമാരുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്നായിരുന്നു ഇത്. നേരത്തെ ഈ മാനദണ്ഡങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ കുറവുണ്ടായാൽ ഓണറേറിയത്തിൽ കുറവ് വരുത്തുമായിരുന്നു. 231 രൂപ എന്നത് പിന്നെയും കുറയുന്ന സാഹചര്യം ഇപ്പോൾ ഒഴിവായി. യോഗങ്ങളിൽ പങ്കെടുക്കാതിരുന്നാൽ ഉൾപ്പെടെ ഓണറേറിയത്തിൽ നിന്നും തുക പിടിക്കുന്ന തരത്തിലുള്ള കടുത്ത മാനദണ്ഡങ്ങൾ ഒഴിവാക്കണമെന്ന് ആശാവർക്കർമാർ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ യോഗം മുടങ്ങിയാൽ പോലും ഓണറേറിയത്തിൽ കുറവ് വരുത്തുന്നതായി സമരത്തിലുള്ള ആശാവർക്കർമാർ നേരത്തെ തന്നെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. മാനദണ്ഡങ്ങൾ സങ്കീർണമായാൽ തുച്ഛമായ ഓണറേറിയം മാത്രമാണ് ലഭിക്കുന്നതെന്നതായിരുന്നു ആശമാരുടെ പ്രധാന പരാതി. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും തമ്മിലുള്ള ഓണറേറിയം പങ്കിടലിൽ അതിൽ രാഷ്ട്രീയം കടന്നു വരുന്നത് തികച്ചും കഷ്ടകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസം INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ്റെ പ്രസ്താവന വളരെ സങ്കുചിതമാണ്. SUCI സമരത്തിന് പിന്നിലെന്നും അത് അംഗീകരിക്കുവാൻ കഴിയില്ലെന്നുമാണ് കക്ഷിയുടെ വാദം. എന്താണ് ചന്ദ്രശേഖരൻ ഇങ്ങനെ? ആര് നേതൃത്വം കൊടുത്താൽ എന്താ? സമരത്തിൽ ഉന്നയിക്കപ്പെടുന്ന ആവശ്യത്തിൻ്റെ സാങ്കത്യം നോക്കിയാൽ പോരെ ചന്ദ്രശേഖരൻ? സമരം ചെയ്യുന്നതിൻ്റെ പിന്നിൽ ഇതര സംഘടനകളാണെന്ന് CITU പറഞ്ഞതുപോലെയാണിത്. എന്താ സമരം ചെയ്യുവാൻ ഏതെങ്കിലും സംഘടനകൾക്ക് കുത്തക അധികാരമുണ്ടോ? ഇനി മറ്റൊരു സുപ്രധാന കാര്യം, ഈ സമരം എങ്ങനെയാണ് ഇവിടെ പിടിച്ചു നിൽക്കുന്നത്? 24 മണിക്കൂറും ലൈവായി നിർത്തുന്നത് മാധ്യമങ്ങളാണ്. മാതൃഭൂമിയും മനോരമയും മാധ്യമവും ഒക്കെ ഒരുമിച്ച് മത്സരിച്ച് കണ്ണീർ പൊഴിക്കുന്നുണ്ട് ആശാവർക്കർമാരുടെ സമരത്തെക്കുറിച്ച്. സെക്രട്ടറിന് മുന്നിൽ 100 ആശമാർ സമരവേദിയിലുണ്ടെങ്കിൽ 200 മാധ്യമപ്രവർത്തകരെങ്കിലും അവിടെ റിപ്പോർട്ട് ചെയ്യുവാൻ തമ്പടിച്ചിട്ടുണ്ട്. നിങ്ങളുടെ കൺമുമ്പിലേക്ക് വാർത്തകൾ ചൂടാറാതെ എത്തിക്കുന്നവരാണവർ. അവർ തരുന്ന വാർത്ത കണ്ട് നിങ്ങൾ അപ്രിയമായ സത്യം ഗ്രഹിച്ച ശേഷം മാപ്രാകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്ന ആ കൂട്ടം മാധ്യമത്തൊഴിലാളികളാണത്. പലർക്കും ഓണറേറിയം പോയിട്ട് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാൻ പോലും കാശ് കിട്ടാത്തവരാണവർ. അസംഘടിതരാണ് എന്ന ഒറ്റ കുറ്റം മാത്രം പേറി കാലഘട്ടത്തിൻ്റെ ഗതികേടിൻ്റെ മറപറ്റി ജീവിക്കുന്നവരാണവർ. ചാനലുകളെല്ലാം വാർത്ത അയക്കുന്നത് ജേർണലിസം ഡിഗ്രിയും ഡിപ്ലോമയും കഴിഞ്ഞ് തൊഴിൽ തേടിയെത്ത ഇവരാണ്. 13,200 രൂപ വാങ്ങുമ്പോൾ അവരുടെ സമരം ഏറ്റെടുത്ത ചാനൽ തൊഴിലാളികളിൽ കുറേ പേർ നയാ പൈസ പ്രതിഫലമില്ലാതെ ഭക്ഷണക്കാശ് മാത്രം വാങ്ങി പണിയുന്നവരാണെന്ന് ഓർക്കണം. ആശമാർ സർക്കാർ സംവിധാനത്തിന് കീഴിൽ വരുന്നത് കാരണം അവർക്ക് സമരം ചെയ്യുവാനുള്ള അവകാശമെങ്കിലുമുണ്ട്. ചാനൽ തൊഴിലാളികൾ സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നത് കാരണം ചെയ്ത ജോലിക്ക് കൂലി ചോദിക്കുവാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടം തൊഴിലാളികളാണ് ഇവർ. ഇനി ഈ മനോരമയിലും മാതൃഭൂമിയിലും ജയ്ഹിന്ദ് TVയിലും തുടങ്ങിയ ചാനലുകളൊക്കെ എന്താണ് അവസ്ഥ? ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്ന റിപ്പോർട്ടർമാരിൽ 60-70% ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്റ്റ് വ്യവസ്ഥയിൽ പണിയെടുക്കുന്നവരാണ്. ഈ മേഖലയിൽ ഏതാണ്ട് സിറ്റിയിൽ മാത്രം 400-ലേറെ പേർ വർഷങ്ങളായി ഈ ചൂഷണ വ്യവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. സംഘടിച്ചാൽ പണി പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ജയ്ഹിന്ദ് TVയിലും മംഗളം പത്രത്തിലുമൊക്കെ ജീവനക്കാർക്ക് ശമ്പളം നൽകിയിട്ട് കാലമത്രയായി? ഇത് ചോദിക്കുവാൻ ആരെങ്കിലും ഉണ്ടോ? ഇത് ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഇവർക്കും കുടുംബവും മക്കളുമൊക്കെ ഉള്ളവരാണ്. ബിരുദാനന്തര ബിരുദവും ജേർണലിസവും പാസ്സായവരെ പരീക്ഷ, അഭിമുഖം എന്നിവരുടെ റിപ്പോർട്ടറായി നിയമിക്കുന്നു. ഓരോ നിയമനവും കരാർ പ്രകാരം 6 മാസത്തേക്കാണ്. 6 മാസം കഴിയുമ്പോൾ കരാർ പുതുക്കും. വീണ്ടും കരാർ 6 മാസത്തേക്ക് പുതുക്കി നൽകും.
ഇപ്രകാരം 20 വർഷമായി ജോലി ചെയ്യുന്നവർ ഈ മാതൃഭൂമിയിലും മനോരമയിലൊക്കെ ഉണ്ട്. തുടക്കത്തിൽ 12,000 രൂപ ഓണറേറിയം പ്രതിഫലം, ഇത് പരമാവധി 20,000 രൂപ വരെ കൂടും. അതും 20 വർഷമൊക്കെ ആയാലാണ് 20,000 രൂപ കിട്ടുക. എല്ലാ ബ്യൂറോകളിലും ഇൻഡിപെൻഡൻറ്റ് കോൺട്രാക്ട് റിപ്പോർട്ടർമാരെ കുത്തി നിറച്ചിരിക്കുകയാണ്. സ്ഥിരം റിപ്പോർട്ടർമാർ 1 or 2 മാത്രം പേരിന് കാണും. പിരിഞ്ഞു പോകുമ്പോൾ പോലും 5 പൈസ കിട്ടില്ല. മുഴുവൻ സമയവും ഓഫീസിലുണ്ടാകണം, അല്ലെങ്കിൽ ഫീൽഡിലായിരിക്കും. മാതൃഭൂമി അടുത്തിടെ ഇവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകി. എന്തിനാ? പോരാത്തതിന് ബൈലൈനും കൊടുത്തു. പക്ഷേ മനോരമയിൽ അതുമില്ല. ഈ കരാറുകാരിൽ ഭാഗ്യവും മാനേജ്മെൻറ്റിന് പ്രീതിയുമുണ്ടെങ്കിൽ മാത്രം സ്ഥിരം ജീവനക്കാർ വിരമിച്ചാൽ ആ ഒഴിവിലേക്ക് പരിഗണിച്ചേക്കാം.